ഹായ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാചകം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് അടുപ്പ് കാണാൻ ബാക്കിൽ റോക്കറ്റ് അടുപ്പിലുള്ള നമ്മുടെ ഇന്നത്തെ ഒരു അറേബ്യൻ കപ്സയാണ് വെക്കുന്നത്. ഒരു കുറച്ച് അധികം വെക്കാമെന്ന് കരുതി. അധികം എന്ന് പറഞ്ഞാൽ ഒരു 4 കിലോ കപ്സ വെക്കുന്നുണ്ട്. ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ ഗോൾഡ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം കോഴി വൃത്തിയാക്കാം. കോഴി 4 കിലോ അരി എടുക്കുമ്പോൾ അതിലേക്കൊരു 4-5 കിലോ ആളുകളുടെ തീറ്റ അനുസരിച്ച് കോഴി എടുക്കണം. അപ്പോൾ ഒരു 5 കിലോ ഇറച്ചിയുണ്ട്. ഇത് ഒരു 7 കിലോ കോഴി വാങ്ങിയപ്പോൾ 5 കിലോ 5 സംതിങ് ഇറച്ചിയുണ്ട്. യഥാർത്ഥത്തിൽ കപ്സ എന്ന് പറഞ്ഞാൽ പുഴുങ്ങി വെക്കുന്ന രീതി തന്നെയാണ് വരിക. ഇത് പൊരിച്ച് ചെയ്യുന്നവരുണ്ട്, നമ്മളും പൊരിച്ചൊക്കെ ചെയ്യാറുണ്ട്. നമുക്കിന്ന് ഒതൻറ്റിക് ആയിട്ടുള്ള കപ്സയിലെ ചിക്കൻ പോലെ തന്നെ വെച്ച് നോക്കാം. അപ്പോൾ ചിക്കൻ കഴുകി വെച്ച് നമുക്കിനി അരി കഴുകാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ഗേറ്റ് ബസ്മതി ഗോൾഡാണിത്. വൈറ്റ് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കും, മന്തിക്കും വൈറ്റ് എടുക്കാറുണ്ട്. വൈറ്റ് സെല്ലാ റൈസൊക്കെയാണ് മന്തിക്ക് എടുക്കുക. ഇത് 4 കിലോ ഉണ്ട്. അപ്പോൾ റോക്കറ്റ് അടുപ്പ് നമുക്ക് കത്തിച്ച് നോക്കാം. വിറകെല്ലാം മഴ പെയ്തേ നനഞ്ഞതാണ്. കഴിഞ്ഞ ചിക്കൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റൈസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അപ്പോൾ റോക്കറ്റ് അടുപ്പിൻ്റെ പവർ നമുക്ക് നോക്കാം. റോക്കറ്റ് അടുപ്പിന് എന്തെങ്കിലും ഫോൾട്ട് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ തുടക്കം കുറച്ച് ബുദ്ധിമുട്ടിച്ചെങ്കിലും റോക്കറ്റ് അടുപ്പ് നന്നായി കത്തുന്നുണ്ട്. ഇപ്പോൾ അത് ഈ മഴ കാരണം നനവായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അത് തന്നെയാണ് സംഭവം. അപ്പോൾ നമുക്ക് ചെമ്പ് വെച്ച് തുടങ്ങാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഈ മന്തി കപ്സക്കൊക്കെ സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണയല്ല. അപ്പോൾ ഇതൊരു 4 കിലോ ഒരു 300 മില്ലി എണ്ണ മതിയാവും. ഇതൊരു 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഉള്ളി ഇടാം. ഒരു ഉള്ളി അരിഞ്ഞതാണ്. ഉള്ളി ഏത് ഡിസൈനിൽ വേണമെങ്കിലും അരി കേട്ടോ, കാരണം ഉള്ളിയൊക്കെ ഒരു അരിഞ്ഞ് കഴിച്ചോളും. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഒരു 2 തക്കാളി. അപ്പോൾ കുറച്ച് കുരുമുളക് ഇടാം. കുരുമുളക് പൊടിയല്ല ഇടുന്നത്, കുരുമുളകാണ് ഇടുന്നത്. അതെ, ഇനി ഉപ്പിടാം. കുറച്ച് ബേ ലീഫ് ഇടുന്നുണ്ട്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് നമ്മുടെ അടുത്ത് ഉള്ളതുകൊണ്ട് ഇടുകയാണ്. അപ്പോൾ കുറച്ച് ഏലക്ക, ഗ്രാമ്പു, ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതൊന്നും അതിൽ സാധാരണ ഇടാറില്ല. പിന്നെ പട്ട ഇടാറുണ്ട്, നമ്മൾ സിനമൺ. പക്ഷെ അതിപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടിയില്ല, അപ്പോൾ അതിട്ടില്ല. ബാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കപ്സ മസാല ഒരു 50 ഗ്രാം ഇടുന്നുള്ളൂ. ഓവറായിട്ട് ഇത് ഇടാതിരിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ ആ കുത്ത്, ഒരു മല്ലിയുടെ ഒരു കുത്തൊക്കെ വരില്ല ഇതിന്. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. ശരിക്ക് കപ്സയാണ് നമ്മളെ മന്തി ഇടുന്നതിനൊക്കെ മുന്നേ അറേബ്യൻ ഡിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ മന്തി വന്നപ്പോൾ കപ്സയുടെ ഡിമാൻഡ് അങ്ങനെ പോയി പറയാം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. അരിയുടെ ഡബിൾ വെള്ളം വേണം. പിന്നെ അടി പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വെള്ളം ഒഴിച്ചു. പിന്നെ ഇങ്ങനത്തെ കപ്പിന് ഇപ്പോൾ നമ്മളെ ഇത് പ്രകാരം എത്ര കപ്പ്? 4 കപ്പ്, 8 കപ്പ് വേണ്ടി വരും. അതായത് അരിയുടെ ഡബിൾ വെള്ളം. എല്ലാ ബിരിയാണിയുടെയും എല്ലാ റൈസ് വെക്കുന്നതും പോലെ അളന്ന് തന്നെ ഒഴിക്കണം. 8. അപ്പോൾ എന്നാൽ ആവശ്യത്തിന് അരിക്കും ചിക്കനും കൂടെ ആവശ്യമുള്ള ഉപ്പിടാം. നേരത്തെ ഉപ്പ് കുറവായിരുന്നു. പിന്നെ നമ്മുടെ കപ്സ മന്തിയിലെ മെയിൻ സാധനം ഡ്രൈഡ് ലെമൺ. അത് ഒരു ഓട്ട ഇട്ടിട്ട് വേണം ഇടാൻ കേട്ടോ. ഇനി കുറച്ച് നേരം അടച്ച് വെക്കാം. ഇനി തിളക്കൽ തുടങ്ങുമ്പോൾ ബാക്കി സാധനങ്ങൾ ഇടാം. ബാക്കി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ഉപ്പ് നോക്കി അത്യാവശ്യത്തിൽ അധികം ഇടേണ്ടി വരും. കാരണം റൈസിലിപ്പോൾ ചിക്കനിക്കുള്ള ഉപ്പ് വേണം. ഇപ്പോൾ ഒരുപാട് ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പിൻ്റെ വായുഭാഗം ഉള്ളു കുറച്ച് കുറവായ കാരണം ഇടയ്ക്കിടയ്ക്ക് തള്ളി കൊടുക്കണം. കത്തുന്നുണ്ടോ? നല്ല കത്തുന്നുണ്ട്. റോക്കറ്റ് അടുപ്പ് കത്തുന്ന് പറഞ്ഞ പോലെ തന്നെ നന്നായി കത്തുന്നുണ്ട്. പക്ഷേ നനവായ കാരണം കത്തി പിടിക്കാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വെള്ളം തിളച്ച് വന്നു.
ചിക്കൻ ഇടാം ആദ്യം. ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് അരി ഇടാം. അത്രേ ഉള്ളൂ പരിപാടി. അടച്ചു കഴിഞ്ഞ് ഇനി വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ കപ്സ റെഡി. അപ്പോൾ അരിയിലേക്കും ചിക്കനിലേക്കുള്ള മസാല ഇത് തന്നെയാണ്. വേറെ എക്സ്ട്രാ മസാല, ഉപ്പ്, ഓയിൽ ഒന്നും വേറെ ഇല്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കി തള വരുന്നുണ്ട്. ഒറ്റ തള മതി. ഒറ്റ തള വന്നു കഴിഞ്ഞാൽ നമുക്ക് അരി ഇടാം. ചിക്കൻ പെട്ടെന്ന് പോകുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ 4 കിലോ അരി. അപ്പോൾ അതെ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ചെറുതായി തള വരുന്നുണ്ട്. ഒന്ന് ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി വെച്ചിട്ട് അടച്ചു വെക്കുക നല്ലത്. നല്ല കാക്കണ്ടിട്ടെന്ന് കാക്കല്ലാണ്ട് എന്ത് വെപ്പ്. വെള്ളം വറ്റി അടി പിടിക്കരുത്, അതിനാണ് ഇടയ്ക്ക് തുറന്നു നോക്കണം എന്ന് പറയുന്നത്. സംഭവം നല്ല മണമൊക്കെ വരുന്നുണ്ടോ. ഒന്നും കൂടി അടച്ചു വെക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ദമ്മിടാം. അപ്പോൾ ഒരു 20 മിനിറ്റോളം നമുക്ക് ദമ്മിടണം. ഇപ്പോൾ ഒരു 12:30 ആയി. അപ്പോൾ ഒരു 12:50 നമുക്ക് പൊട്ടിക്കാം. അതുകൊണ്ട് നമുക്ക് ഇന്ന് കുക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കിയത് പറഞ്ഞു. ഇതിന് പക്ഷേ തൈര് വേണ്ടോ. തൈരാണ് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാനുള്ള സാധനം. അപ്പോൾ ഇനി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ദമ്മാവുന്ന സമയം കൊണ്ട് നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞ വീഡിയോ, അതിപ്പോൾ മുന്നിട്ട വീഡിയോ 12 മണിക്ക് എന്നാണ് ഇപ്പോൾ വന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാക്ക. എങ്ങനെയുണ്ട് കാക്ക? കുഴപ്പമില്ല, ഫുള്ളാകട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ലിങ്ക് വേണ്ടി ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കണ്ടു വെക്കുക. റോക്കറ്റ് ചിക്കൻ, കാക്ക സ്പെഷ്യൽ റോക്കറ്റ് ചിക്കൻ. അപ്പോൾ ഇത് കണ്ടോ നല്ല എണ്ണയുടെ. അപ്പോൾ ദമ്മ് തുറന്ന് നോക്കാം. അയ്യോ മാഷാ അല്ലാഹ്. വെള്ളമൊക്കെ നല്ല വറ്റി. ചില ആളുകൾക്ക് ഇത് ഈ വെള്ള കളറിൽ ചിക്കൻ കാണുമ്പോൾ ഇത് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് പൊരിച്ചിടാൻ പറ്റും. പൊരിച്ച് ചെയ്യുന്നവരുണ്ട്. ചിക്കൻ പൊരിച്ച് ഇതിലേക്കാണ് ഇട്ട് ദമ്മിടും. നല്ല ഒന്ന് ഇളക്കി വെക്കാം. അടിയിൽ കുറച്ച് മസാല അധികം കിടക്കുന്നുണ്ട്. റൈസ് ഉണ്ടാവും. അത് നന്നായി മിക്സ് ചെയ്യണം. സംഭവം സെറ്റായി. അപ്പോൾ സംഭവം ഇങ്ങനെ സിമ്പിളല്ലേ. ബിരിയാണി വെക്കുന്ന പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് ചോറ് നമുക്ക് മാറ്റി വെക്കാനുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തെ ഈ പറമ്പിൻ്റെ തൊട്ടപ്പുറം 2 വീടുകളിൽ ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന, ഗൾഫിൽ നിന്ന് ക്വാറൻറ്റൈനിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർക്കുള്ള ചോറ് ഇന്ന് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇവിടെ ഫാമിലി 2 പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളത് വേറെ പൊതിഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതായി ഒരു പൊതിയും കൂടി വേണം. അല്ല, ഒരു പൊതിയല്ല, 3 ആൾക്കാണ്. ഒന്ന് കുറച്ച് ദൂരെയാണ്, നമ്മുടെ സുഹൃത്താണ്. പക്ഷേ ആൾക്കിപ്പോൾ ഉച്ചക്കുള്ള എത്തൂല. എന്തായാലും പൊതി നമ്മൾ എത്തിക്കാം.
എന്നാലും ഒരുപാട് റൈസ് ഉണ്ട്. നമ്മുടെ വീടുകളിലേക്കൊന്ന് എടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കഴിക്കാനുള്ള തന്നെയാണ്. കഷ്ണം ഇട്ടില്ല അല്ലേ. അപ്പോൾ ഇന്നേ കോർണേഴ്സ് അവർക്ക് 1 മണിക്ക് കൃത്യമായിട്ട് ചോറ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 1 മണിക്ക് നോക്കാൻ വേണ്ടി പെട്ടെന്ന് നോക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ 2-3 മണിയൊക്കെ ആവും കഴിച്ച് വരുമ്പോഴേക്കും. അപ്പോൾ ഇത് രണ്ടും അവരുടെ വീട്ടിൽ, അവർ വീട്ടിൽ ഒറ്റക്കാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടിൽ നമ്മൾ കൊണ്ടുകൊടുക്കുകയാണ്. നമ്മളവർ ഡയറക്റ്റ് കോൺടാക്ട് ഒന്നുമില്ല. അവരുടെ ഭക്ഷണം കൊടുക്കുന്ന വീട്ടിൽ കൊടുക്കാൻ ഞാൻ പോകണമെന്നില്ല, അവരെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ കീബ് കൊടുക്കില്ലേ? ഇതാ കീബ് എത്തിയിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് ചെയ്യാൻ ടൈം ആകുമ്പോൾ കീബ് എത്തും. അത് ആളെ കൊടുക്കും കേട്ടോ. അത് വേഗം വായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അതേ നമ്മുടെ ദമ്മ് പൊട്ടിച്ചു. നമുക്ക് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു, വീട്ടിലേക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ക്വാറന്റൈനിലെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുത്തു. ഇനി നമുക്കിത് കഴിക്കാം. നമ്മുടെ സ്ഥിരം കഴിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ല അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതേ നമ്മുടെ ഹോം മെയ്ഡ് മയണൈസ്, മച്ചനൈസ്, മണക്കൂസ് എല്ലാം പറയും. ഹോം മെയ്ഡ് ആരാ? അപ്പോൾ അത് ലേശം സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആ തക്കാളിയുടെ ഒരു സോസ് ഇല്ല, അതിനെന്താ പേര് പറയാന്നറിയോ? ഞാൻ നിങ്ങളോട് അറബി വല്ല പേരും പറയുന്ന കരുതി. അപ്പോൾ അതൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ ഇതിലേക്ക് കച്ചമ്പർ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. കഴിക്കുക, നിങ്ങൾ കഴിക്കുക. എന്താ ഇങ്ങനെ ക്ഷമിച്ചിരിക്കണേ കണ്ടോ? ഒരു ചിക്കൻ്റെ പീസ് തന്നെ ഇവിടെ ഇരിക്കണ്ട. ആദ്യം അതിനെ കഴിച്ചോട്ടെ. ഇതൊക്കെ നമ്മളെങ്ങനെ കഴിക്കണം. നല്ല വെന്തിട്ടുണ്ട്. ഒരുപാട് മസാല പിടിക്കുമല്ലോ കപ്സൊക്കെ. മന്തി പിന്നെ നല്ല കളറൊക്കെ തേച്ച് വേറെ കൊണ്ട് ലെവലാക്കി എടുക്കുകയല്ലേ. ഇതാകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കളറ് മന്തിയുടെ അതേ ടേസ്റ്റ് വരും. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കപ്സയുടെ ടേസ്റ്റ് വരും. എനിക്കിഷ്ടമാണ് കപ്സ. പക്ഷെ മന്തി വന്നപ്പോൾ കുറച്ച് മന്തിയോട് സ്നേഹം തോന്നിയതിന് തെറ്റ് പറയാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഇതിപ്പോൾ ഞങ്ങൾ മൊത്തം കഴിക്കുമെന്ന്. ഇത് മൊത്തം കഴിക്കാൻ പറ്റിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ റോക്കറ്റ് കപ്സയാണ് കേട്ടോ. നമ്മുടെ റോക്കറ്റ് അടുപ്പിലുണ്ടാക്കിയ കപ്സ. ഇനി നമ്മൾ റോക്കറ്റ് അടുപ്പിൽ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ബ്രാൻഡ് നെയിം റോക്കറ്റിന് കൊടുക്കും. ഇന്നലെ ഉണ്ടാക്കിയത് റോക്കറ്റ് ചിക്കൻ അല്ലേ, ഇത് റോക്കറ്റ് കപ്സ. അപ്പോൾ റോക്കറ്റ് അടുപ്പിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. നന്നായി കത്തുന്നുണ്ട്. മഴ ആയത് കാരണം കത്തിപ്പിടിക്കാൻ കുറച്ച് പണിയാണ്. അതിപ്പോൾ ഏതടുപ്പാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മഴയത്ത് നിൽക്കുന്നതല്ലേ, കത്തിപ്പിടിക്കാൻ പണിയാണ്. കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വിറക് മതി, ഉള്ള വിറക് മാക്സിമം കത്തും. ആ കാര്യങ്ങളൊക്കെ ഓക്കെയല്ലോ കാക്കാം? അതൊക്കെ ഓക്കെയാണ്. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ റോക്കറ്റ് അടുപ്പും. അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഞാൻ ആദ്യം ആ വീഡിയോയിൽ കാണിച്ചു, ഒരു 4 കല്ല് വെച്ച് ചെയ്യാമെന്ന്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതെങ്ങനെ സിമ്പിളായി ഉണ്ടാക്കാന്നുള്ളത് വളരെ എളുപ്പമാണത്. അടിപൊളി. ഇത് നമ്മുടെ ഒരു എളാപ്പാൻ്റെ റെസിപ്പിയാണ്. മൂപ്പര് 10 കൊല്ലം മുന്നേ നമ്മളെ പരിചയപ്പെടുത്തിയ, ഗൾഫിൽ നിന്ന് വന്നപ്പോൾ സൗദിയിൽ നിന്ന് വന്നിട്ട് അങ്ങനെ വീട്ടിൽ വെച്ച് ശീലാക്കി തന്ന റെസിപ്പിയാണത്. ഇതാ ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് മയണൈസ് കുഴച്ച് വെച്ച ചോറിൽ അങ്ങനെ ആക്കി അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. അല്ല, വളരെ ലൈറ്റ് മസാലയുടെ ഈ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ മസാല ഇടാം. ഒരു 4 കിലോയിലൊരു 100 ഗ്രാം വരെയൊക്കെ മസാല ഇടാം. നമ്മളൊരു 50 ഗ്രാം പിന്നെ കുറച്ചുകൂടെ ഇട്ടു, ഒരു 80 ഗ്രാം കൂട്ടാം. ഈ മയണൈസ് വീട്ടിലുണ്ടാക്കിയ ഷിർമോളുണ്ടാക്കിയതാ പെങ്ങളാ. അടിപൊളിയായിട്ടുണ്ട്. ഷിർമോൾക്കൊരു ബിഗ് താങ്ക്സ്. പക്ഷേ അവൾ വെച്ചപ്പോൾ പറഞ്ഞാൽ അടിപൊളി ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മളൊന്ന് നെഗറ്റീവ് ആക്കിയിട്ട് പോസിറ്റീവ് ആക്കാനുള്ളൊരു മൈൻഡാണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ആ ഒരു മൈൻഡിൽ തിന്നുമ്പോൾ അടിപൊളിയാണല്ലോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അറേബ്യൻ കബ്സ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അറിയാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ വേറെ മെത്തേഡിൽ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. മാസ്ക് മുഖ്യം ബിഗിലേ. ഇപ്പൊ അവിടെ എത്തണം കേട്ടോ, വഴി മാറി പോരുത്.